ഇലോൺ മസ്ക്, ജെഫ് ബസോസ്, ചൈന, ജപ്പാൻ ഇവർ തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ബഹിരാകാശ രംഗത്ത് വലിയൊരു മത്സരം നടക്കുകയാണ്. ആര് മുന്നിലെത്തും? എന്തിനാണ് ഈ മത്സരം? ജൂലൈ 10 ഉച്ചയോടെയാണ് ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ റീയൂസബിൾ റോക്കറ്റ് സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചത്. ലോങ് മാർച്ച് 10B എന്ന റോക്കറ്റ് ദക്ഷിണ ചൈനയിലെ ഹൈനാൻ വാണിജ്യ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പറന്നുയർന്നു. മിനിറ്റുകൾക്കകം കടലിൽ സജ്ജീകരിച്ച പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നെറ്റ് ക്യാപ്ചർ ഉപയോഗിച്ച് ബൂസ്റ്റർ തിരിച്ചിറക്കി. വിജയം കണ്ടത് 10 വർഷത്തിലേറെ നീണ്ട ശ്രമങ്ങൾ. ഇതിനും ഒരു ദിവസത്തിനു ശേഷം ജൂലൈ 11 ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും റീയൂസബിൾ റോക്കറ്റ് പരീക്ഷിച്ചു, വിജയിച്ചു. RVX റോക്കറ്റ് നൊഷീറോ ടെസ്റ്റിംഗ് സെന്ററിൽ നിന്ന് 11 മീറ്റർ പറന്നുയർന്ന ശേഷം 16 മീറ്റർ ദൂരെ തിരിച്ചിറക്കി. ബഹിരാകാശ രംഗത്തെ റീയൂസബിൾ റോക്കറ്റ് മത്സരത്തിലെ അമേരിക്കൻ ആധിപത്യത്തിന് വെല്ലുവിളിയാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഈ നേട്ടങ്ങൾ. ജപ്പാനും ചൈനയ്ക്കും മുൻപ് റീയൂസബിൾ റോക്കറ്റ് രംഗത്തിറങ്ങിയത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിനുമാണ്. സ്പേസ് എക്സിൽ നിന്നും ബ്ലൂ ഒറിജിനിൽ നിന്നും ചൈന വ്യത്യസ്തമാകുന്നത് ലാൻഡിംഗ് രീതിയുടെ കാര്യത്തിലാണ്. സ്പേസ് എക്സിൽ ബൂസ്റ്ററുകൾ ഡ്രോൺ ഷിപ്പിൽ ലാൻഡ് ചെയ്യിക്കും, അല്ലെങ്കിൽ മെക്കാനിക്കൽ ചോപ്സ്റ്റിക്സ് എന്നറിയപ്പെടുന്ന മെക്കാനിക്കൽ കൈകൾ ഉപയോഗിച്ച് റോക്കറ്റിനെ പിടിച്ചെടുക്കും. ബ്ലൂ ഒറിജിനും ലാൻഡിംഗ് ലെഗ് ശൈലി തന്നെയാണ് പിന്തുടരുന്നത്. എന്നാൽ ചൈന ഇവിടെ നെറ്റ് ക്യാപ്ചർ സംവിധാനമാണ് ഉപയോഗിച്ചത്. അതായത് കടലിലെ പ്ലാറ്റ്ഫോമിൽ ശക്തമായ ഒരു വലിയ വലയിലേക്ക് റോക്കറ്റിനെ ഇറക്കി വലയ്ക്കുള്ളിൽ കുടുക്കുന്നു. ഇതിന്റെ ഗുണം എന്താണെന്നാൽ റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കാം, ലാൻഡിംഗ് പരാജയപ്പെടാനുള്ള സാധ്യത കുറയ്ക്കാം എന്നതാണ്. റോക്കറ്റിന്റെ ഭാരം കുറച്ച് പേലോഡുകളുടെ ഭാരം കൂട്ടാം, അതായത് കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാകും. നെറ്റ് ക്യാപ്ചർ പ്ലാറ്റ്ഫോം കടലിൽ എവിടെയും സ്ഥാപിക്കാമെന്നതും പ്ലസ് പോയിന്റ് ആണ്. 2015 മസ്കിന്റെ സ്പേസ് എക്സ് ആദ്യമായി റോക്കറ്റ് തിരിച്ചിറക്കിയത്. അന്നു മുതൽ ഇന്നേക്ക് വരെയും മസ്കിന്റെ ആധിപത്യം തുടർന്നു, ഒരു ദശാബ്ദക്കാലത്തിലേറെ. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് 2026 ഇതുവരെ മാത്രം 80ലേറെ വിക്ഷേപണങ്ങൾ നടത്തി തിരിച്ചിറക്കി. കഴിഞ്ഞ വർഷം 150ലേറെ വിക്ഷേപണങ്ങളാണ് ഫാൽക്കൺ 9 നടത്തിയത്. ബസോസിന്റെ ബ്ലൂ ഒറിജിനും ഈ യുദ്ധരംഗത്തുണ്ട്. ഏപ്രിലിൽ നടത്തിയ ന്യൂഗ്ലെൻ റോക്കറ്റ് വിക്ഷേപണം വിജയമായിരുന്നു. പക്ഷേ കഴിഞ്ഞ മെയ്യിൽ നടത്തിയ ഫയർ ടെസ്റ്റിനിടെ പൊട്ടിത്തെറിച്ചത് തിരിച്ചടിയായി. ലോങ് മാർച്ച് 10Bയുടെ പരീക്ഷണം വിജയമായതോടെ ചൈന ഈ എലൈറ്റ് റോക്കറ്റ് ക്ലബിലേക്ക് കയറി. ഇന്ത്യയും ഈ റേസിലുണ്ട്. റീയൂസബിൾ ആയ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുകയാണ് ISRO. എന്തുകൊണ്ടാണ് റീയൂസബിൾ റോക്കറ്റുകളുടെ കാര്യത്തിൽ ഇത്ര കടുത്ത മത്സരം? അതിനുത്തരം ഇത്തരം റോക്കറ്റുകളുടെ പ്രത്യേകതകളാണ് എന്ന് പറയാം. റീയൂസബിൾ റോക്കറ്റുകൾ ഉപയോഗിച്ചാൽ ഉപഗ്രഹ വിക്ഷേപണത്തിനു ശേഷം തിരിച്ച് റോക്കറ്റ് സേഫായി ഭൂമിയിൽ ഇറക്കാം, വീണ്ടും വിക്ഷേപണങ്ങൾക്കായി ഉപയോഗിക്കാം. ഇത് സ്പേസ് രംഗത്തെ മിഷനുകൾക്കുള്ള ചെലവ് കുറയ്ക്കുന്നു, സാമ്പത്തിക ബാധ്യത കുറയുന്നു, കൂടുതൽ മിഷനുകൾക്കായി പണം കണ്ടെത്താനും വഴിയൊരുക്കുന്നുണ്ട്. ഭരണകൂടങ്ങൾക്ക് ഔദ്യോഗിക മിഷനുകൾക്ക് പുറമെ പ്രൈവറ്റ് കമ്പനികളുടെ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കാം. ഇതുവഴി വരുമാനവും ലഭിക്കും. ഇന്ന് ഏറ്റവും അത്യാവശ്യം ഇന്റർനെറ്റ് ആണ്. ഇതിനായി ലോ എർത്ത് ഓർബിറ്റിൽ ഉപഗ്രഹങ്ങൾ എത്തിക്കണം. ആരാണ് ലോ എർത്ത് ഓർബിറ്റിൽ ഭീമൻ ഉപഗ്രഹ ശൃംഖലകൾ സ്ഥാപിക്കുന്നത്? അവർക്കാകും നാളെ ഡിജിറ്റൽ ലോകത്ത് ആധിപത്യം. ഇവിടെ സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് സ്ഥാപിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സിനുണ്ട്. ഇവിടെയും ചൈന തൊട്ട് പിന്നിലുണ്ട്. ഹ്യുയാൻഫാൻ എന്ന ഉപഗ്രഹ ശൃംഖല നിർമ്മിക്കുന്നുണ്ട്. 2030ഓടെ 10,000-ഓളം ഉപഗ്രഹങ്ങൾ ഓർബിറ്റിൽ എത്തിക്കാനാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ അവർക്ക് ബലമേകുന്നതാണ് റീയൂസബിൾ റോക്കറ്റുകൾ. ഒരു രാജ്യം നടത്തുന്നതിനേക്കാൾ കൂടുതൽ വിക്ഷേപണങ്ങൾ ഒരു വർഷം ഒറ്റയ്ക്ക് നടത്തി സ്പേസ് എക്സ് ഒരു സാമ്രാജ്യം പോലെ വളർന്നിരിക്കുന്നു. സ്പേസ് എക്സ് ഒരു സ്വകാര്യ കമ്പനി ആണെങ്കിലും അതിന്റെ വിജയം ബഹിരാകാശത്ത് അമേരിക്കയുടെ മേധാവിത്വം ഉറപ്പാക്കുന്നതാണ്. നാസയുടെയും അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെയും പ്രധാന കരുത്താണ് സ്പേസ് എക്സ്. അതിനോടാണ് ചൈന ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്. പെട്ടെന്ന് വളരുന്ന ചൈനയുടെ എക്കോണമി ഈ മത്സരത്തിന് അവർക്ക് കരുത്തേകുന്നുമുണ്ട്. ചന്ദ്രനിലെയും മറ്റ് ഗ്രഹങ്ങളിലെയും ധാതുക്കളെ കുറിച്ചുള്ള അറിവ്, അവിടെ താവളങ്ങൾ ഒരുക്കാനും ഖനനം ചെയ്യാനുമുള്ള ഭാവി നീക്കങ്ങൾ, ഇതിനെല്ലാം രാജ്യങ്ങൾക്ക് ബഹിരാകാശ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കണം. പഴയ കാലത്തെ പോലെയല്ല ഇന്ന് അത്യാധുനിക മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും പ്രവർത്തിക്കുന്നത് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ്. ശത്രു രാജ്യത്തിന്റെ ഉപഗ്രഹ സിഗ്നലുകൾ തടസ്സപ്പെടുത്തുകയോ തെറ്റായ സിഗ്നലുകൾ നൽകുകയോ ചെയ്താൽ അവരുടെ മിസൈലുകൾക്ക് ലക്ഷ്യം തെറ്റും. ഒരു രാജ്യം മിസൈൽ വിക്ഷേപിച്ചാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ മറ്റു രാജ്യം കണ്ടെത്തുന്നത് ഉപഗ്രഹങ്ങളിലെ ഇൻഫ്രാറെഡ് സെൻസറുകൾ കാരണമാണ്. ഇവ തകരാറിലായാൽ ശത്രുവിന്റെ മിസൈൽ ആക്രമണം തിരിച്ചറിയാൻ വൈകും. ഇപ്പോൾ നടക്കുന്ന US-ഇറാൻ പോര് നമുക്ക് മുന്നിലുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ മിസൈലുകൾ തകർക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ.
ഭൂമിയിലെ യുദ്ധങ്ങൾ ജയിക്കണമെങ്കിൽ ബഹിരാകാശത്തെ യുദ്ധത്തിൽ തോൽക്കാൻ പാടില്ല എന്നതാണ് ഇന്നത്തെ തത്വം. അതിനായാണ് ഈ അദൃശ്യ മത്സരവും.